നമുക്ക് കുറച്ച് ചെടികൾ കാണാം അല്ലേ. ഇതിപ്പോൾ ഞാൻ വേസ്റ്റ് നമ്മളെ ലിക്വിഡിൻ്റെ ക്യാനുകളാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, വേറൊരു അടിയിൽ വെട്ടിയിട്ട് വേറൊരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. ഇതങ്ങനെയല്ല കേട്ടോ. ഇതിങ്ങനെ അതുപോലെ അങ്ങോട്ട് ആണി ഒരൊറ്റ ആണി തറച്ചിട്ട് ഇവിടെ വെച്ചേക്കാണ് മതിലിൽ. അത് ആദ്യം ഇവിടെ അടിഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇതിന്മേൽ വെച്ചങ്ങാണ്ട് ആണി വെക്കണം കേട്ടോ. അങ്ങനെയാണ്. പിന്നെ അടിയിൽ ഇതിൻ്റെ മൂടിക്ക് ഒരു ഓൾസാക്കി അടിഭാഗത്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു ചെടി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിൽ വേറെ ചെടി ഉണ്ടായിരുന്നത് ഒഴിവാക്കിയിട്ട് വേറെ കുറച്ച് മുന്നേ വെച്ചതാണ് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ അങ്ങനെ കാണിച്ചിരുന്നില്ലൊന്നും ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പൊട്ടൽ തുടങ്ങിയിട്ട് കുറേ കഴിയുമ്പോൾ അധികം ഇല്ല. അത് വേസ്റ്റ് നമ്മളെ ചമ്മല അങ്ങനത്തെ ഒക്കെ ഇലകളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണ് മേലെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അധികം വെയിറ്റ് ആണിമേലാണ്. പിന്നെ ഇവിടുത്തെ ഉറപ്പ് പോലെ ഇരിക്കും ഇത് നിൽക്കരുത്. വലിയ വെയിറ്റൊന്നും ഇല്ല. എന്നാലും കുറച്ച് ചമ്മല ഇടുക, പിന്നെ കുറച്ച് മണ്ണ്, പിന്നെ ഈ ആണീൻ്റെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ഈ ടിന്നിൻ്റെ ഉറപ്പ് അങ്ങനെയാണ്. അപ്പോൾ ഇതിലൊക്കെ ആദ്യം തക്കാളിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയപ്പോൾ ഞാൻ വെറുതെ ചെടി വെച്ചതാട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂടീൻ്റെ ഇവിടെ ഒരു ഹോൾസാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വരും. ഇതിലൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഞാൻ തക്കാളി അങ്ങനെ പച്ചമുളകൊക്കെ പച്ചക്കറിയൊക്കെ വെച്ചപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് വെറുതെ ചെടി വെച്ചതാണ്. മഴയല്ലായിരുന്നു എന്നിട്ടാ അതാ നമ്മളെ ഈ ഒരു ചെടി വെച്ചിട്ട് ഇതൊരു എന്തൊരു വലുതായിട്ട് വേഗം കമ്പൊക്കെ പൊട്ടി നല്ല വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാര്യമായിട്ട് ഇതിനൊന്നും വളമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ കുറേ ഷോർട്ട് വീഡിയോ അതൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുല്ലൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറിച്ചിട്ട് ഞാൻ വേറെ പിന്നെ വെച്ചതാണ് കേട്ടോ. ഈ ചെടികൾ അതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അന്ന് ഇവിടെ ഈ ചെടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചു. ഒരു ഷോർട്ട് വീഡിയോ ഇപ്പോൾ 2 ദിവസം മുന്നിട്ടപ്പോൾ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പുല്ല് പിന്നെ ഒന്ന് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ വെറുതെ ഒരു നേരം പോക്കെന്ന് പറയാൻ ഒരു ഭംഗിയും. അവിടെയൊക്കെ പിന്നെ അതങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ മതിലിൽ അങ്ങനെ പടർന്ന് പോകാൻ വേണ്ടി വെച്ചത്. ചെടികളൊക്കെ അത് ഇവിടെ വലിയതായിട്ടുണ്ടായിരുന്നതാണ്. ഒക്കെ ഞാൻ മുറിച്ചൊഴിവാക്കി. ഇപ്പോൾ അതിൽ കുറ്റിമെന്ന് കമ്പടം പൊട്ടി വന്നതാണ് കേട്ടോ. അതൊക്കെ അതുപോലെ തന്നെ ഈ പുല്ല് നിന്നൊക്കെ നല്ല അങ്ങോട്ട് പടർന്ന് വേഗമായി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വലുതായി വരും. പിന്നെ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ വെറുതെ ഇതൊക്കെ വെച്ചാൽ എന്താണെന്നറിയോ, കണ്ടമാനം അതിന് അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ വേഗം പറിച്ച് ഒഴിവാക്കേണ്ടി വരും. ഇവിടെ അധികമുള്ള ഇതാകുമ്പോൾ പിന്നെ കാട് പോലെ ആവും. ഓരോന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു ഭംഗിയാണ്. പിന്നെ അതേമാതിരി ഈ ചെടി അത് പറയാതിരിക്കാം. ഏത് ഞാൻ മുറിക്കുമ്പോൾ ഇങ്ങനെ കമ്പടത്ത് പോരെ ഇതളൊന്നും ഇങ്ങനെ കണ്ട ഒരു കമ്പടത്തുമ്പോഴാണ് ഇത് മുഴുവനായിട്ട് നിൽക്കുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ അത് കണ്ട അതൊരിത് വെച്ചതാണ്. അത് ആകെ കാട്. ഇതിങ്ങനെ അങ്ങനെ കൂട്ടത്തിൽ ഇതുപോലെ വെക്കുമ്പോൾ പറ്റില്ല. നമുക്കൊരു ഭംഗിക്കന്ന് വെച്ചെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ പിന്നെ പറിച്ചിടുന്നു ഇവിടെ ഉണ്ടാവുമ്പോൾ കൊണ്ട് പറിച്ചിട്ട് വേറെ വെക്കൂട്ടാ. അപ്പം അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ വരും. അപ്പോൾ അവിടെ നല്ല സ്പേസ് കുറവാണ്. ഈ 10 മണിയൊക്കെ ഞാൻ കാണിച്ചതാണല്ലോ അല്ലേ. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല കാട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ മുറിവ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതാക്കുന്ന ഒരു ചെടി ഉണ്ടല്ലോ, അത് ചെടിയായിട്ട് ഇതൊക്കെ അതിവിടെ ആദ്യം ഉണ്ടായിരുന്നു. എൻ്റെ മുന്നത്തെ വീഡിയോ കാണിക്കാൻ പറിച്ചിട്ടത്. അപ്പോൾ അവിടെ അതിന് നല്ല നല്ല ഇതുണ്ട്, വില ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇതിലൊക്കെ ഫേസ്ബുക്കിൽ പിന്നെ ഇതട്ടോ ഈ ചെടികൾ ഇതിവിടെ കുറേ ഞാൻ വെച്ചിരുന്നൊക്കെ പോയത്. നല്ല പൂവുണ്ടായിരുന്നു. മഴ ഇപ്പോൾ പോയതാണ്. ഇത് ഒരു വെള്ളയും നീലയും, ഇത് വെള്ളയും പിങ്കും. മഴ പെയ്തപ്പോൾ ഒക്കെ പോയതാണ്. ഞാൻ ഈ ടിന്നൊക്കെ വീഡിയോയിൽ കാണിച്ചെല്ലാം ഇതിന് മുന്നേ മഴ ചെയ്തിട്ട് ചളി തെറിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഈ ചെടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല വലുതായിട്ട് നമുക്ക് പിന്നെ കാണാം അല്ലേ. പിന്നെ എൻ്റെ ഈ ചെടികളൊക്കെ നിങ്ങൾ കുറേ മുന്നേ ഇങ്ങനെ കണ്ടതാണല്ലോ അല്ലേ. ഞാനിതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടാണ് കേട്ടോ പിന്നെ ക്യാനയിലൊക്കെ വെച്ചെടുത്തത്. എന്താ നമ്മൾ ചേമ്പ് ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നിറയെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് ചേമ്പ് ചെറിയൊരു ചേമ്പ്. ഇങ്ങനെ ചെടികൾ ഒരു ഭംഗിയാണ്. കുറേ നേരം പോക്കിനുണ്ടാക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കും. ഇതുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഇത് കുറേ മുറിച്ച് ഒഴിവാക്കിയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് ചെടികൾ ഒക്കെ. കുറേശ്ശൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിൻ്റെ ഇങ്ങനെ വെക്കുന്നതാണ് ഞാൻ കേട്ടോ. പക്ഷെ കാണുമ്പോൾ ഈ ചെടി പല കളറുണ്ടായിരുന്നു. ഇപ്പോൾ 2 കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതന്നെ ഇത് ഇവിടുന്നൊക്കെ ഞാൻ ഇവിടുന്നൊക്കെ മുറിച്ചിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചത്. ആദ്യം കണ്ട ഇതൊക്കെ അതിങ്ങനെ അതിൻ്റെ ഓരോ കമ്പടം പൊട്ടി മുറിച്ചതാണ്. അപ്പോൾ ഇതിനൊക്കെ 2 എണ്ണം കമ്പടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് മുറിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഇതിനൊക്കെ 2 എണ്ണം ആയിട്ട് നിൽക്കണം. നീണ്ടു പോവും മുറിക്കുമ്പോൾ അതിൻ്റെതായ ഭംഗി.
പിന്നെ ഇത് ഈ ചെടികൾ ഇതൊക്കെ ഒഴിവാക്കിയതാണ്. പിന്നെ മഴക്കാലം വന്നപ്പോൾ അത് മതിൽമേൽക്ക് പടർന്നിട്ട് നല്ല ഉണ്ടായിട്ടുണ്ട്. ഇതും കണ്ടിട്ടുണ്ടാവില്ല, ഇതൊക്കെ മുറിച്ചതാണ് കേട്ടോ ഞാൻ, കട്ട് ചെയ്തിട്ട് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചെടികളൊക്കെ പിന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഒക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഒരു ഭംഗി ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ മഴ ആയിട്ടോ മഴ നല്ല മഴ അല്ലായിരുന്നു. അപ്പോൾ പച്ചക്കറികളൊന്നും ഇപ്പോൾ കാര്യമായിട്ട് ഒന്നുമില്ല, ഒക്കെ ഇനി ഉണ്ടാക്കി എടുത്തിട്ട് വേണം. ഈ ചെടി ഇതിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. ചെടി നിങ്ങൾക്ക് നല്ല ഈ പൂവിട്ട് ഒരുപാട് പൂവുണ്ടായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു തൈ കിഴങ്ങാണ്. അത് കാരണം പിന്നെ പോയാലും പിന്നെ അതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ അടിയിലൊരു കിഴങ്ങിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒക്കെ പിന്നീട് ഇങ്ങനെ മുളച്ച് വരും. ഇത് ചെടിയിൽ ചട്ടിയിൽ തൂക്കിയിടുന്ന ചെടി, എൻ്റെ തൂക്കിയിടുന്ന ചട്ടികളൊന്നും ഇല്ല. എന്നാലും വെറുതെ ഒരു നേരം പോക്കും മനസ്സിനൊരു സന്തോഷമാണ് ഇതൊക്കെ. വീട്ടിൽ ഇത്ര ജോലി ഉണ്ടെങ്കിലും കൂടി അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ സന്തോഷമാണ്. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിനൊക്കെ ഒന്ന് പുറപ്പെടും. അത്രേ ഉള്ളൂ.